ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാർക്സ് ടേബിളിനെ പറ്റിയിട്ടാണ്, അഥവാ സയൻസ് ഡാറ്റ ബുക്ക്. അപ്പോൾ ഇത് +1 +2 ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിന് സയന്റിഫിക് കാൽക്കുലേറ്റർ പോലെ തന്നെ എക്സാം ഹാളിൽ അലൗഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. എന്ത്? സയൻസ് ഡാറ്റ ബുക്ക് അഥവാ ക്ലാർക്സ് ടേബിൾ. നിലവിലിപ്പോൾ ഇതൊരു 50 55 രൂപയാണുള്ളത്. ഇതിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലിരിക്കുന്നത് 30 രൂപയുടെ ഒരു ബുക്കാണ്. എന്തായാലും നിങ്ങൾ വാങ്ങുക. വളരെയധികം ഉപകാരപ്രദമായ ഒത്തിരി ഡാറ്റാസ് ഈ ബുക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ക്ലാർക്സ് ടേബിൾ ഉപയോഗിച്ച് എങ്ങനെ മാർക്ക് നേടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ തീർച്ചയായും ഈ ക്ലാർക്സ് ടേബിൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എക്സാമിനേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഹാളിൽ കൊണ്ടുപോകാം. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എക്സാമിനേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി റിസോഴ്സസ് ഈ ചെറിയ ബുക്കിനകത്തുണ്ട്. ഒരു 100 പേജാണ് ഇതിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും ഒട്ടനവധി ഡേറ്റാസ്, നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒട്ടനവധി ഡേറ്റാസ് ഈ ചെറിയ ബുക്കിനകത്തുണ്ട്. ദാറ്റ് ഈസ് ക്ലാർക്സ് ടേബിൾ അഥവാ സയൻസ് ഡാറ്റ ബുക്ക്. സോ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും അലൗഡ് ആണ്. മാത്തമാറ്റിക്സ് എക്സാമിനേഷന് എങ്ങനെ ക്ലാർക്സ് ടേബിളിലൂടെ മാർക്ക് നേടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ എങ്ങനെ ക്ലാർക്സ് ടേബിളിലൂടെ നമുക്ക് മാർക്ക് നേടാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാർക്സ് ടേബിളിൽ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഉൾപ്പെടുന്ന പേജസ്, പ്രധാനമായിട്ടുള്ള പേജസ് 33 മുതൽ 36 വരെ. ഞാൻ പറഞ്ഞല്ലോ, ഉദ്ദേശം ഒരു 105 പേജാണ് ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ചെറിയ ബുക്കാണ്, പക്ഷെ ഡാറ്റാസ് ഒക്കെ ഒത്തിരി ഉണ്ട്. ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ 33 മുതൽ 36 പേജ് വരെ ഉള്ളതിലാണ് നമുക്ക് മാത്തമാറ്റിക്സ് ഫോർമുലാസും മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻസും കാണാൻ സാധിക്കുക. സോ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 16 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അതില് ചില ചാപ്റ്റേഴ്സിന്റെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പർ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം, സീക്വൻസസ് ആൻഡ് സീരീസ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇത്രയും പാഠത്തിൽ നിന്ന് സയൻസ് ഡാറ്റ ബുക്കിൽ ഒത്തിരി ഇൻഫോർമേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. സോ ഫസ്റ്റ് വൺ, നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചാപ്റ്റർ നമ്പർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നമുക്കറിയാം ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ ഫോർമുലാസ് ഒക്കെ പഠിച്ചിരുന്നാൽ വളരെ ഈസിയാണ്. ഈ പാഠത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഈ ഫോർമുലാസ് പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/2 മാർക്ക് തീർച്ചയായിട്ടും ഫോർമുല എഴുതിയാൽ മാത്രം തന്നെ നമുക്ക് കിട്ടും. സോ ഈ ട്രിഗണോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കംപ്ലീറ്റ് ഫോർമുലാസും, അവസാനം വരുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഒഴികെയുള്ള കംപ്ലീറ്റ് ഫോർമുലാസ്, ഇപ്പോൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഫോക്കസ് ഏരിയയിൽ ഇല്ല. സോ അത് ഒഴികെയുള്ള കംപ്ലീറ്റ് ഇക്വേഷൻസും എവിടെയുണ്ട്? ക്ലാർക്സ് ടേബിളിലുണ്ട്. അത് പേജ് സഹിതം ഞാൻ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ എടുത്തോളൂ. ഓക്കെ, എടുത്തെന്ന് വിശ്വസിക്കുന്നു. സോ പേജ് നമ്പർ 36 ഈ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഫോർമുലാസും ഉണ്ട്. ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് വെച്ചിട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഉദാഹരണം പറഞ്ഞാൽ ഈ നമുക്കറിയാം സൈൻ ഓഫ് എ പ്ലസ് ബി. ഈ സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല നമുക്കറിയാം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബിയുടെ അറിയാം. സോ ഇതേപോലെ ടാൻ ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി, ഇതിന്റെ എല്ലാത്തിന്റെയും കംപ്ലീറ്റ് ഫോർമുല അവിടെ ഉണ്ട്. അത് ഒന്നാമത്. സോ പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ആ ക്ലാസ് ടേബിൾ നോക്കി എന്ത് ചെയ്യുക, ഫോർമുല എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഒരു 1/2 മാർക്കെങ്കിലും മിനിമം കിട്ടും. മാക്സിമം 1 മാർക്ക് വരെ വേണമെങ്കിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചില ഫോർമുലാസ് ഉണ്ട്. സൈൻ ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി, ടാൻ ഓഫ് എ പ്ലസ് ബി. അടുത്തത് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ് ഉണ്ട്. മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ് നമുക്കറിയാം. സൈൻ 2x കുറെ ഫോർമുലാസ്, 2 ഫോർമുലാസ് ഉണ്ട്. കോസ് 2x ഫോർമുല ഉണ്ട്. ടാൻ 2x ഫോർമുല ഉണ്ട്. സോ ഈ എല്ലാ ഫോർമുലാസും നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ ക്ലാർക്സ് ടേബിളിൽ പേജ് നമ്പർ 36 കാണാനായിട്ട് സാധിക്കും. ഇതില് സൈൻ 2θ കോസ് 2θ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ എക്സ് എന്നേ പറഞ്ഞുള്ളൂ. ആ എക്സിന് പകരം എന്താ, ആംഗിൾ തീറ്റ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ കോസ് ഓഫ്, നമ്മളിവിടെ സൈൻ ഓഫ് എ പ്ലസ് ബി എന്നാണ് ഇവിടെ എന്താ വേറെ 2 ഗ്രീക്ക് ആൽഫബറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. തീറ്റയും ഗാമയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് ആ ഫോർമുല എഴുതിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. സോ
ട്രിഗണോമെട്രീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഡാറ്റാസ് എവിടെയുണ്ട്, സയന്റിഫിക് ഡാറ്റ ബുക്കിൽ ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. അതിന് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ പാഠത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആയിട്ട് ചില ഫോർമുലാസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. സൈൻ എ പ്ലസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി, ഇതേപോലെ തന്നെ സൈൻ എ മൈനസ് സൈൻ ബി, കോസ് എ മൈനസ് കോസ് ബി. അപ്പോൾ ഇതിന്റെ എല്ലാം കംപ്ലീറ്റ് ഫോർമുലാസ് എവിടെയുണ്ട്, സയന്റിഫിക് ഡാറ്റ ബുക്കിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. സോ എന്ത് ചെയ്യാം, ആ ഫോർമുലാസ് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടും, 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് കിട്ടിയിരിക്കും. മിനിമം 1/2 മാർക്ക് കിട്ടും, മാക്സിമം എന്ത് ചെയ്യാം 1 മാർക്ക് വരെ കിട്ടിയെന്നിരിക്കും. സോ എന്തായാലും സയന്റിഫിക് ഡാറ്റ ബുക്ക് വാങ്ങുക. ട്രിഗണോമെട്രിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുലാസ് എഴുതാം. കാരണം എല്ലാ ഫോർമുലാസ് എവിടെയുണ്ട്, നമ്മുടെ ഈ സയന്റിഫിക് ഡാറ്റ ബുക്കിലുണ്ട്. അപ്പോൾ അതാണ് ട്രിഗണോമെട്രിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്, അറിയാം. സൈൻ 30യുടെ വാല്യൂ, കോസ് 30യുടെ വാല്യൂ, പിന്നെ എന്താ കോസ് 60, സൈൻ 60, പിന്നെ സൈൻ 180, ടാൻ 180, ടാൻ 60 ഒക്കെ നമുക്ക് ടാൻ 45, അങ്ങനെ ഒത്തിരി സ്റ്റാൻഡേർഡ് വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ വാല്യൂസ് എവിടെ ഉണ്ട്, സയന്റിഫിക് ഡാറ്റ ബുക്കിലുണ്ട്. പക്ഷേ അത് പേജ് നമ്പർ 36-ലല്ല. ആദ്യം കുറെ വലിയ ടേബിൾസ് തന്നിട്ടുണ്ട്. ലോഗരിതം ടേബിൾ, ആന്റി ലോഗരിതം ടേബിൾ, നാച്ചുറൽ സൈൻ, നാച്ചുറൽ കൊസൈൻ, നാച്ചുറൽ ടാൻജന്റ്, നാച്ചുറൽ സീക്കന്റ്, അങ്ങനെ പറഞ്ഞ് ആദ്യത്തെ പേജുകളിൽ 1 മുതൽ 10 വരെയാണെന്ന് തോന്നുന്നു, 10, 15 വരെയുള്ള പേജുകളിൽ ഇങ്ങനത്തെ ചില ടേബിൾസ് ഉണ്ട്. അവിടെയെല്ലാം ഈ പറഞ്ഞ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ എന്തുണ്ട്, സ്റ്റാൻഡേർഡ് വാല്യൂസ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ്, ഡെസിമൽ ഫോമിലാണുള്ളത്. അപ്പോൾ അതാണ് വിഷയം. ഇതിവിടെയുള്ള എല്ലാ വാല്യൂസും ഡെസിമൽ ഫോമിലാണുള്ളത്, ഫ്രാക്ഷണൽ ഫോമിലല്ല ഉള്ളത്. നമുക്കറിയാം സൈൻ 30 1/2, അത് കുഴപ്പമില്ല. അവിടെ 0.5 എന്നുണ്ട്. സൈൻ 30യുടെ വാല്യൂ നിങ്ങൾക്ക് ഈ പേജ് നമ്പർ എന്താ, പേജ് നമ്പർ 7-ൽ സൈൻ 30 എന്നിവിടെ ഉണ്ട്, 0.5. നാച്ചുറൽ സൈൻ എന്ന് പറയുന്ന ടേബിൾ നിങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ സൈൻ 60 പോലുള്ള വാല്യൂസ് വരുമ്പോഴാണ് നമുക്ക് പണിയാവുന്നത്. എന്താ, സൈൻ 60യുടെ വാല്യൂ √3/2. അപ്പൊ നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ എന്താ, ആ ഒരു ഫ്രാക്ഷനിൽ അങ്ങനെ ഡെസിമൽ അങ്ങനെ എഴുതാറില്ല. എല്ലാവരും എന്താ, ഫ്രാക്ഷനിലാണ് എഴുതാറുള്ളത്. സോ ഇവിടെ എന്തില്ല, ഫ്രാക്ഷനിൽ ആൻസർ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിൽ നമുക്ക് എന്തല്ല, ഇത് അത്ര ആപ്ലിക്കബിൾ അല്ല. എന്നിരുന്നാൽ കൂടി ഈ സൈൻ 30, കോസ് 60യുടെ ഒക്കെ വാല്യൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എഴുതാം. അതേപോലെ തന്നെ ടാൻ 45ന്റെ വാല്യൂ 1 ആണ്, അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ എന്താ ഫ്രാക്ഷൻസ് വരുന്ന √3/2, പിന്നെന്താ അങ്ങനെ 1/√2, ഇങ്ങനത്തെ ഒക്കെ വാല്യൂസ് ഒന്നും ഇവിടെ ഇല്ല. ഡെസിമൽ ഫോമിലാണ് അത് ഉള്ളത്. സോ ഇത്രയാണ് ട്രിഗണോമെട്രിനെ പറ്റി പറയാനുള്ളത്. സോ ട്രിഗണോമെട്രിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സയന്റിഫിക് ഡാറ്റ ബുക്ക് വളരെ 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 യൂസ്ഫുൾ ആണ്. സോ എന്തായാലും എന്ത് ചെയ്യുക, സയന്റിഫിക് ഡാറ്റ ബുക്ക് വാങ്ങുക. ട്രിഗണോമെട്രിയിൽ വളരെയധികം നമുക്ക് എന്ത് ചെയ്യും, യൂസ്ഫുൾ ആവും. ട്രിഗണോമെട്രിയുടെ കാര്യം കഴിഞ്ഞു. നമുക്ക് അടുത്ത ചാപ്റ്റർ, ഇതിന്റെ ഇടയ്ക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിലായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒന്നും ഇല്ല നമുക്ക്. കാരണം എന്താ, പ്രൂഫാണ്. പ്രൂഫ് എന്തായാലും വരാൻ ചാൻസ് ഇല്ല ഇവിടെ ഇത് ഡാറ്റ ബുക്കിൽ. പിന്നെ ഫസ്റ്റും സെക്കൻഡ് ചാപ്റ്റേഴ്സിലും നിന്നും അങ്ങനെ വലിയ ഇൻഫർമേഷൻ ഒന്നും ഈ ബുക്കിൽ നമുക്ക് കിട്ടാനില്ല. അടുത്ത് വരുന്നത് ചാപ്റ്റർ നമ്പർ 5, കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, കോംപ്ലക്സ് നമ്പർ ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ ഇപ്രാവശ്യം ഫോക്കസ് ഏരിയയിൽ കുറച്ച് പോർഷൻ എന്താ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെയുള്ള ഡേറ്റാസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് എന്തുള്ളത്, സയന്റിഫിക് ഡാറ്റ ബുക്കിലുള്ളത്, കോംപ്ലക്സ് നമ്പറിൽ നിന്ന്. പക്ഷെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണുന്ന ഫോർമുല, പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണുന്ന ഫോർമുല, ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, അതിനായിട്ട് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ നമുക്കുള്ളത്. അല്ലാതെ നമുക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പർ ആണ്. അത്തരത്തിലുള്ള ഫോർമുല നമുക്കില്ല. ഇവിടെ നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്ന പോളാർ ഫോമുമായിട്ട് ബന്ധപ്പെട്ടേക്ക് എന്താണ് ഫോർമുലാസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നോൺ ഫോക്കസ് ചെയ്യുന്ന പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഫോർമുല എഴുതി എന്ത് കിട്ടും, ചിലപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കോംപ്ലക്സ് നമ്പറിലും കൂടെ നോക്കി വയ്ക്കുക. പേജ് നമ്പർ 33-ൽ ഒരു ചെറിയ ഒരു 4 വരിയായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക, കോംപ്ലക്സ് നമ്പർ ഉള്ളത്. അപ്പൊ അത് കഴിഞ്ഞു അടുത്ത് പേജ് നമ്പർ 33-ൽ മറ്റൊരു ഇൻഫർമേഷൻ ഉണ്ട്. അത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിലാണ്. അതും പറഞ്ഞതുപോലെ വലിയ ഇൻഫർമേഷൻ ഒന്നും ഇവിടെ നമുക്ക് കിട്ടാനില്ല. ഈ NCR കാണുന്ന ഫോർമുല ഉണ്ട്. NCR കാണുന്ന ഫോർമുല അറിയാം നമുക്ക്, n⁻r⁴ ആ ഫോർമുല ഇവിടെ അതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ n⁻ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജ് നമ്പർ 34-ൽ ബൈനോമിയൽ തിയറം. അടുത്ത പേജിൽ ബൈനോമിയൽ തിയറത്തിൽ താഴെ കുറെ എക്സ്പ്രഷൻസ് ഉണ്ട്. അതിനകത്ത് ഈ പേജിന്റെ മിഡിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും,
ഒരു എക്സ്പ്രഷൻ കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് 1 + x the whole raised to n. നമ്മുടെ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് a + b the whole raised to n എന്ന എക്സ്പ്രഷന്റെ എന്താണ് എക്സ്പാൻഷൻ ആണ്. പക്ഷെ ഇവിടെ ഉള്ളത് 1 + x the whole raised to n. എന്തായാലും ഇത് നമുക്ക് ഹെൽപ്ഫുൾ തന്നെയാണ്. ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇതും ചെയ്യാനായിട്ട് സാധിക്കും. സോ 1 + x the whole raised to n ന്റെ എക്സ്പാൻഷൻ എവിടെയുണ്ട്? സയന്റിഫിക് ഡാറ്റ ബുക്കിലുണ്ട്. അത് മാത്രമാണ് കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് സയന്റിഫിക് ഡാറ്റ ബുക്കിലുള്ള. ദാറ്റ് ഈസ് പേജ് നമ്പർ 34. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 9 സീക്വൻസസ് ആൻഡ് സീരീസ്. അത്യാവശ്യം വലുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ അതിൽ ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ളത്. ഈ ക്ലാസ് ടേബിളിനെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെയും എന്താണ് കോംപ്ലക്സ് നമ്പറിന്റെ അവസ്ഥയാണ്. ഈ ക്ലാസ് ടേബിളിലുള്ള മിക്ക ഫോർമുലാസ് എന്താണ് നോൺ ഫോക്കസ് ഏരിയയിലുള്ള ഫോർമുലാസ് ആണ്. എന്നിരുന്നാൽ കൂടി 1-2 ഫോർമുലാസ് ജോമെട്രിക് പ്രോഗ്രഷന്റെ സം കാണുന്ന ഫോർമുല ഇവിടെയുണ്ട്, ക്ലാസ് ടേബിളിലുണ്ട്. സോ നമുക്ക് ഫോർമുലാസിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേജ് നമ്പർ 33 ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഇതൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം നമ്മുടെ ഫോർമുലാസ് കറക്റ്റ് തന്നെയാണെന്ന് എന്ത് ചെയ്യാം, ഉറപ്പിച്ച് വയ്ക്കാം. സോ അത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നോൺ ഫോക്കസ് ചെയ്യുന്ന ധാരാളം ഫോർമുലാസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്കറിയാം അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിത്തമാറ്റിക് സീക്വൻസ്, അതിന്റെ സം കാണുന്ന ഫോർമുലാസ് ഇവിടെ ഉണ്ട്. പിന്നെന്താ സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്, എൻ സ്ക്വയർ നമ്പേഴ്സ്, എൻ ക്യൂബ് നമ്പേഴ്സ്, ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ പഠിക്കുന്ന ഫോർമുലാസ് ആണ്. അതൊക്കെ നമ്മുടെ ക്ലാസ് ടേബിളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ എന്താണ്, അതൊന്നും ഫോക്കസ് ഏരിയയിലില്ല. ഇനി നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ഈ ഫോർമുലാസ് എങ്കിലും ഒന്ന് എഴുതി വെച്ചിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. 1/2 മാർക്കെങ്കിലും കിട്ടാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ചാപ്റ്റേഴ്സ് സ്ട്രൈറ്റ് ലൈൻസിനെ സംബന്ധിച്ച് യാതൊരു ഡേറ്റയും ഇവിടെ നമ്മൾ കാണുന്നില്ല. പിന്നെന്താ അടുത്ത് വരുന്ന കോണിക് സെക്ഷൻ ആയാലും അതിന്റെ ഒരു പോളാർ ഫോം എന്ന് പറഞ്ഞാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പോളാർ ഫോം ഒന്നും +1 പഠിക്കാനില്ല. പോളാർ ഫോം ഓഫ് എ കോണിക് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ വരുന്നത് 12ാമത്തെ ചാപ്റ്റർ 3D-യിലും അങ്ങനെ ഒന്നുമില്ല. ഈ ക്ലാസ് ടേബിളിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷെ അടുത്ത ചാപ്റ്റർ എന്താ, പലരും സ്കിപ്പ് ചെയ്ത ചാപ്റ്റർ ആയിരിക്കും. ചാപ്റ്റർ നമ്പർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. കുറെ കുട്ടികൾ ടഫാണെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം അവിടെ എന്താണ് ട്രിഗണോമെട്രിനെ പോലെ ധാരാളം ഫോർമുലാസ് പഠിക്കാനുണ്ട്. പിന്നെന്താ പൊതുവെ എന്താണ് ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. പക്ഷേ ക്ലാസ് ടേബിളിന്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇപ്രാവശ്യം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ഫോക്കസ് ഏരിയയിൽ ഇല്ല എങ്കിലും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണത്. സോ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എവിടെയുണ്ട്, നമ്മുടെ ക്ലാസ് ടേബിളിൽ പേജ് നമ്പർ 35 ഇവിടെ ഉണ്ട്. പേജ് നമ്പർ 35 ഡെറിവേറ്റീവ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത കംപ്ലീറ്റ് ഫോർമുലാസും എവിടെയുണ്ട്, നമ്മുടെ പേജ് നമ്പർ 35 സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. ഇങ്ങനെ സംശയം തോന്നിയാലും ഇപ്പോൾ അറിഞ്ഞുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം, നമുക്ക് ഇത് നോക്കി എഴുതാം. ചിലപ്പോൾ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഡെറിവേറ്റീവ്സ് എന്ന പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും. ആ പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും അതേപോലെ ആ ഫോർമുല അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്, നമ്മുടെ ക്ലാസ് ടേബിളിലുണ്ട്. ഇവിടെ യു വി എന്നീ 2 ടേംസ് ഉപയോഗിച്ചാണ് ആ ഫോർമുല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഡെറിവേറ്റീവ് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല ഇവിടെ ഉണ്ട്, ക്ലാസ് ടേബിളുണ്ട്. സോ ഡെറിവേറ്റീവ്സ് എന്ന പോർഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ടേബിളിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളിന്റെ ഫോർമുലയും ഉണ്ട്. ഓക്കെ, പിന്നെന്താ അടുത്ത്, അപ്പോൾ അതാണ് ഡെറിവേറ്റീവ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കെതിരെ ഇപ്പോൾ പിടികിട്ടിക്കാണ് ഏറ്റവും ടഫ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ചാപ്റ്റേഴ്സ് എന്നൊക്കെയാണ് ട്രിഗണോമെട്രിയും ഡെറിവേറ്റീവ്സും. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ധാരാളം മാർക്ക്, നല്ല മാർക്ക്. ഫോർമുലാസ് ഒക്കെ കംപ്ലീറ്റ് ഉണ്ട്, അവിടെ ഉണ്ട് സയൻസ് ഡേറ്റ ബുക്ക് അഥവാ ക്ലാസ് ടേബിളിലുണ്ട്. എന്തായാലും എന്ത് ചെയ്യുക, വാങ്ങുക, പരീക്ഷയ്ക്ക് കൊണ്ടുപോവുക. എന്ത് ചെയ്യാം, നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും, യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ചാപ്റ്റേഴ്സ്. ഇനി അഡീഷണൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സാധനം എഴുതിയിട്ടുണ്ട്. പേജ് നമ്പർ 36 പേജ് നമ്പർ 33 അഡീഷണൽ കൺസെപ്റ്റ് ഉണ്ട്. ഈ എന്താ അഡീഷണൽ കൺസെപ്റ്റ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കൺസെപ്റ്റ്. പേജ് 33 കോൺസ്റ്റൻസിന്റെ വാല്യൂ, മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ്, അതായത് ഇയുടെ വാല്യൂ നമുക്കറിയാം, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതിൽ ഇയുടെ വാല്യൂ ഉണ്ട്, ലോഗിന്റെ വാല്യൂ ഉണ്ട്, 1 റേഡിയൻ എത്രയെന്നുണ്ട്, അതേപോലെ തന്നെ ലോഗിന്റെ ഒക്കെ വാല്യൂ ഉണ്ട്, പൈയുടെ വാല്യൂ ഉണ്ട്. അങ്ങനെ
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻസിന്റെ വാല്യൂ ക്ലാസ് ടേബിളിൽ പേജ് നമ്പർ 33-ലുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതും നമുക്ക് എന്താണ് ഹെൽപ്ഫുൾ ആണ്, അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെന്താ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമുക്ക് ഡിഗ്രി മെഷറിൽ തന്ന റേഡിയനിലാക്കാനും റേഡിയൻ മെഷറിൽ തന്ന ഡിഗ്രി മെഷർ ആക്കാനും നമുക്കറിയാം. നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ അത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിഗ്രിയും എത്ര റേഡിയൻ ആണെന്ന് വളരെ കൃത്യമായിട്ട് ടേബിൾ രൂപത്തിലുണ്ട്. അത് പേജ് നമ്പർ 20 മുതൽ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പേജ് നമ്പർ 20-ലും 21-ലും ഓരോ ഡിഗ്രി മെഷറും എത്ര റേഡിയൻ ആണെന്നും ഓരോ റേഡിയനും എത്ര ഡിഗ്രി മെഷർ ആണെന്നും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. പേജ് നമ്പർ 20 and 21. പേജ് 20-ലും 21-ലും എന്തുണ്ട്? മെഷേഴ്സ്, ഡിഗ്രി മെഷേഴ്സ് ആൻഡ് റേഡിയൻ മെഷേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക, ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയെന്നിരിക്കും. ഓക്കെ, അടുത്ത് പേജ് നമ്പർ 36. പേജ് നമ്പർ 36-ല് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ കൂടെ ഉണ്ട്. നമ്മുടെ ട്രിഗണോമെട്രി, ലോ ഓഫ് സൈൻ, ലോ ഓഫ് കൊസൈൻ, അതൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഷേപ്പുകളുടെ ഏരിയയും സർഫസ് ഏരിയയും പിന്നെ പെരിമീറ്ററും ഒക്കെ അവിടെ വരുന്നുണ്ട്. എലിപ്സിന്റെ മേജർ ആക്സിസിന്റെ മൈനർ ആക്സിസിന്റെ ലെങ്ത്, പിന്നെ പെരിമീറ്റർ ഒക്കെ വരുന്നുണ്ട്. സർക്കിളിന്റെ പെരിമീറ്റർ വരുന്നുണ്ട്, സർക്കിളിന്റെ ഏരിയ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. പേജ് നമ്പർ 36-ൽ ആദ്യത്തേല് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പിരമിഡ്, പിന്നെ കോൺ, ഇവിടെയൊക്കെ സർഫസ് ഏരിയ, വോളിയം, ലാറ്ററൽ സർഫസ് ഏരിയ, ഇതൊക്കെ എവിടെയുണ്ട്? പേജ് നമ്പർ 36-ൽ ഫസ്റ്റ് ടോപ്പിക്കിലുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തായാലും പല സ്ഥലത്തായിട്ട് ഉപയോഗപ്പെടും. മാത്സിൽ മാത്രമല്ല, ഇതൊക്കെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ഫിസിക്സിലായിരിക്കും നമുക്ക് ഉപകാരപ്പെടുക. സോ എന്തായാലും ആ പേജ് കൂടെ നോക്കുക. പേജ് നമ്പർ 36-ലെ ഫസ്റ്റ് ടോപ്പിക് മെൻസ്യുറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മാത്സിൽ. +1 മാത്സ് ഇത്രയും ചാപ്റ്ററിൽ നിന്നുള്ള ഡേറ്റയാണ് ക്ലാസ് ടേബിൾ ഉള്ളത്. ട്രിഗണോമെട്രി, കോംപ്ലക്സ് നമ്പർ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, ഡെറിവേറ്റീവ്സ്, പിന്നെ അഡീഷണൽ കൺസെപ്റ്റ് വരുന്ന ഈ കാര്യങ്ങൾ ഇതുകൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തിവിടെ വരുന്നത് ഇന്റഗ്രൽസും വെക്ടേഴ്സും. പേജ് നമ്പർ 35-ൽ ഇന്റഗ്രൽസ് ഉണ്ട്. നമുക്ക് +2-ൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്റഗ്രൽസ്. ഓക്കെ, ഇന്റഗ്രൽസിൽ ധാരാളം ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഫോർമുലാസും അതേപോലെ ക്ലാസ് ടേബിളിൽ പേജ് നമ്പർ 35-ലുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. ഇനി ഫിസിക്സിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതെടുക്കാം. ഇന്റഗ്രൽസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഞാനത് നോക്കിയിട്ടില്ല, എന്തായാലും നോക്കാം. സോ ഇന്റഗ്രൽസിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ഫോർമുലാസും പേജ് നമ്പർ 35-ൽ ഒരു ടേബിളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ പ്രോഡക്റ്റ് റൂളൊക്കെ കാണാനായിട്ട് സാധിക്കും. അവിടെ ഇന്റഗ്രൽസിന്റെ പ്രോഡക്റ്റ് റൂളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ ഇവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട ഫോർമുലാസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ വെക്ടേഴ്സ് നമ്മൾ +1 ഫിസിക്സിൽ പഠിക്കുന്നതാണ്. +1 ഫിസിക്സിൽ ധാരാളമായിട്ട് നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ട് വെക്ടേഴ്സ്, വെക്ടർ പ്രോഡക്റ്റ്, സ്കേലാർ പ്രോഡക്റ്റ്, പിന്നെ വെക്ടറിന്റെ അഡിഷൻ, പിന്നെ എന്താ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടേഴ്സിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ വെക്ടർ പ്രോഡക്റ്റ് കാണാനുള്ള ഫോർമുലയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഡിറ്റർമിനന്റിന്റെ എക്സ്പാൻഷൻ ഒക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. അത് പേജ് നമ്പർ 33-ലാണുള്ളത്. അപ്പോൾ ഇത്രയാണ് മാത്സിനെ സംബന്ധിച്ച് നമുക്ക് ക്ലാസ് ടേബിളിലുള്ളത്. വളരെ കുറച്ച് ഡേറ്റയാണ് മാത്സിനെ സംബന്ധിച്ച് ക്ലാസ് ടേബിളിൽ ഉള്ളതെങ്കിലും ആ ഉള്ളതൊക്കെ എന്താണ്, നമുക്ക് ലോട്ടറിയാണ്. ധാരാളം സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ട്രിഗണോമെട്രിയിലും ഡെറിവേറ്റീവ്സിലും. ഈ വർഷത്തെ സാഹചര്യത്തിൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് നമ്മൾ +1 എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുക ഇവിടെ തന്നെയാണ്, ഒബ്വിയസ്ലി ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്, അഥവാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ തന്നെയാണ്. ആ ഫോർമുലയൊക്കെ നമുക്ക് ഒന്ന് കൺഫ്യൂസ്ഡ് ആയാൽ പോലും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കുക, ഉറപ്പിക്കാം നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ ഇത്ര തന്നെയാണ് മാത്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ 33 മുതൽ 36 പേജ് വരെയാണ് മാത്തമാറ്റിക്സ് റിലേറ്റഡ് കോൺസ്റ്റൻസും ഫോർമുലാസും ഉള്ളത്. മാത്തമാറ്റിക്സ് റിലേറ്റഡ് ടേബിൾസ് എവിടെയാണുള്ളത്? ആദ്യത്തെ 20 പേജിലാണുള്ളത്. അവിടെ നിങ്ങൾക്ക് ലോഗരിതം കാണാൻ സാധിക്കും, ആന്റി ലോഗരിതം കാണാൻ സാധിക്കും, സൈൻ വാല്യൂ, കൊസൈൻ വാല്യൂ, ടാൻജന്റ് വാല്യൂ, സീക്ക് വാല്യൂ, അങ്ങനെ നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂ കാണാൻ സാധിക്കും. പ്ലസ് റേഡിയൻ മെഷർ, ഞാൻ പറഞ്ഞതുപോലെ റേഡിയൻ മെഷർ കാണാൻ സാധിക്കും. കൂടാതെ സ്ക്വയേഴ്സ് കാണാൻ സാധിക്കും. 1 മുതൽ 100 വരെ എന്നാണ് എൻ്റെ ഓർമ്മ. 1 മുതൽ 100 വരെയുള്ള സംഖ്യയുള്ള സ്ക്വയേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ റെസിപ്രോക്കൽസ് ഉണ്ട്, സ്ക്വയർ റൂട്ട് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സംശയം വന്നാൽ എന്തായാലും ഇപ്പോൾ കാൽക്കുലേറ്ററിൽ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ടേബിൾ ഉപയോഗിക്കാം. ഏത് 4 ഡിജിറ്റ് നമ്പറിന്റെ റെസിപ്രോക്കൽ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ മിക്ക നമ്പേഴ്സിന്റെ, അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എല്ലാ സ്ക്വയർ റൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. റെസിപ്രോക്കൽ ഉണ്ട്, നാച്ചുറൽ ലോഗരിതം ഉണ്ട്. അങ്ങനെ
ധാരാളം ടേബിൾസും ഇവിടെ ഉണ്ട്, ക്ലാസ് ടേബിളുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തായാലും +1 എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ സ്ക്വയർ ഒക്കെ അടിക്കാൻ നമുക്ക് എന്തുണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്. അതാണ് ഞാൻ ആ ടേബിളിനെ പറ്റി വിശദമായിട്ട് പറയാതിരുന്നത്. പക്ഷേ ഈ ഫോർമുല നമുക്ക് എവിടെ കാണാൻ സാധിക്കില്ല, കാൽക്കുലേറ്ററിൽ കാണാൻ സാധിക്കില്ല. ഇനി കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുന്നവർ, ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് സയന്റിഫിക് കാൽക്കുലേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കൂടെ കാണുക. മാത്തമാറ്റിക്സിന് കൂടാതെ ഫിസിക്സ് എക്സാമിനും കെമിസ്ട്രി എക്സാമിനും എന്ത് ചെയ്യാം, ക്ലാസ് ടേബിൾ ഉപയോഗിക്കാം. അപ്പോൾ അതിനെപ്പറ്റി വലിയതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം +1ന്റെ കാര്യമാണ് പറയുന്നത്, +2ലേക്ക് പോകുന്നില്ല. +1നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിൽ നമുക്ക് ഇവിടെയും ധാരാളം യൂസ് ഉണ്ട്. ഈ ആദ്യം മാത്സ് ആണ് വരുന്നത്, മാത്സ്, ഫിസിക്സ്, പിന്നെയാണ് കെമിസ്ട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ മാത്സിന് ശേഷം ഫിസിക്സ്. അത് തുടങ്ങുന്ന പേജ് നമ്പർ 37. ഫിസിക്സ് തുടങ്ങുക പേജ് നമ്പർ 37ലാണ് ഫിസിക്സ് തുടങ്ങുക. അപ്പോൾ അവിടെ നമുക്ക് SI യൂണിറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കും. 7 ബേസ് SI യൂണിറ്റ്സ് ആണുള്ളത്. സോ SI യൂണിറ്റ്സ് കാണാൻ സാധിക്കും. അവിടെ ഡൈമെൻഷൻസ് ഉണ്ട്, ഡൈമെൻഷൻസ് ഒക്കെ നോക്കുക. ഡൈമെൻഷൻസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ വരികയാണെങ്കിൽ ആ ടേബിൾ ജസ്റ്റ് നോക്കിയത് 37ൽ അതൊക്കെ ഉണ്ട്. പിന്നെ എന്താ, യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഉണ്ട്, CGS സിസ്റ്റം ഉണ്ട്, FPS സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ധാരാളം ഡേറ്റാസ് ഉണ്ട്. അതായത് നമുക്ക് ഫിസിക്സിനെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ +2 ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക് ചാർജും മാഗ്നറ്റിക് ഫീൽഡുമൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ക്ലാസ് ടേബിളിലുള്ളത്. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് ധാരാളം യൂസേഴ്സ് ആര് തരുന്നുണ്ട്, ക്ലാസ് ടേബിൾ തരുന്നുണ്ട്. നമുക്കറിയാം 118 എലമെന്റ് ആണുള്ളത്. ആ 118 എലമെന്റിന്റെയും അറ്റോമിക് നമ്പർ, അതേപോലെ തന്നെ അറ്റോമിക് മാസ്, അതേപോലെ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരു എലമെന്റിന്റെ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്, നമ്മുടെ ക്ലാസ് ടേബിളിൽ ഉണ്ട്. അത് പേജ് നമ്പർ 56ലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പേജ് നമ്പർ 56ലും 57ലും 58ലും 59ലും ആയിട്ട് എല്ലാ എലമെന്റ്സിന്റെയും എല്ലാ പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമുക്കൊരു പീരിയോഡിക് ടേബിൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് പേജ് നമ്പർ 54ലാണ് ഉള്ളത്. സോ എന്ത് കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ടേബിൾ ഉപയോഗിക്കാം കെമിസ്ട്രി എക്സാമിന്. അപ്പോൾ ഇത്രയുള്ള കെമിസ്ട്രി എക്സാം. പിന്നെ കെമിസ്ട്രി എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്, പിന്നെ ചില മെറ്റൽസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. പിന്നെന്താ, ചില ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി ലാസ്റ്റ് കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത്. മാത്സ് ഒന്നും അല്ല, നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും എസ്പെഷ്യലി ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ, ഫിസിക്സിൽ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ കെമിസ്ട്രിയിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടേബിൾ, ഈ ക്ലാസ് ടേബിളിലെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ഉള്ള ഒരു ടേബിൾ, പേജ് നമ്പർ 105ലും 104ലുമായിട്ട് ഉള്ള ഒരു ടേബിൾ. ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് മിക്ക നമ്മൾ +1 +2 പഠിക്കുന്ന മിക്ക കോൺസ്റ്റൻസിന്റെയും വാല്യൂ എവിടെയുണ്ട്, ഈ ക്ലാസ് ടേബിളിന്റെ ഫൈനൽ പേജിലുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, അതിന്റെ വാല്യൂ എത്രയാണ്, 3 × 10⁻⁸ m/s. അതേപോലെ തന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആയാലും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആയാലും ഒരു ഇലക്ട്രോണിന്റെ മാസ് ആയാലും ഇലക്ട്രോണിന്റെ ചാർജ് ആയാലും അങ്ങനെ ഏത് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് ഇവിടെ നോക്കാം. പിന്നെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഉണ്ട്, ബോർ റേഡിയസ് കോൺസ്റ്റന്റ് ഉണ്ട്, അവഗാഡ്രോ കോൺസ്റ്റന്റ് ഉണ്ട്. സോ കോൺസ്റ്റന്റിന്റെ വാല്യൂസിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം, ക്ലാസ് ടേബിൾ നോക്കാം. അപ്പോൾ ഈ എല്ലാ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ SI യൂണിറ്റിലും CGS യൂണിറ്റിലും ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർക്കുക. സോ കോൺസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് എന്ത് നോക്കാം, അവസാനത്തെ പേജിൽ ഓർത്തിരിക്കുക. അവസാനത്തെ പേജിൽ എല്ലാ ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ടേബിളിൽ നിന്ന് നമുക്ക് ഒത്തിരി യൂസേഴ്സ് നമുക്ക് ലഭിക്കും. സോ തീർച്ചയായും വാങ്ങുക, എക്സാമിന് കൊണ്ടുപോവുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.